Ba 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 ba. Ba 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 ba. ഹലോ ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 3 മണി ആവാറായിക്കണം കേട്ടോ. അപ്പോൾ അടുക്കളയ്ക്ക് കയറാനുള്ള നോമ്പിൻ്റെ ഒരു ചായയും കടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ആൾ, ചെറിയൊരു 3 ആൾ നോമ്പ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് കഞ്ഞി, അതുപോലെ തന്നെ ചമ്മന്തി അരച്ചത്, ചിലർക്ക് മുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് റെഡിയാക്കി കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ പാത്രങ്ങൾ നമുക്ക് എല്ലാം കുറച്ച് പാത്രങ്ങളൊക്കെ കഞ്ഞി കുടിച്ചതും ഒക്കെ ആയിട്ട്, പിന്നെ നോമ്പില്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് ഉപ്പും മുളകിട്ട് തിന്നലും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ ഒന്നായിട്ട് പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് മോറി വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൂളയാണ് കേട്ടോ. പൂള പൊയിങ്ങണം, കുറച്ച് പൂള ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ബാക്കി ഇട്ടോ. അപ്പോൾ അതൊന്ന് പൊയിങ്ങെടുക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. അതേമാതിരി തന്നെ നമ്മൾ ദോശയാണ് ഇന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും തേങ്ങയും മിക്സിയിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് ഞാൻ ദോശ ചുട്ടെടുക്കണം കേട്ടോ. അരി അരച്ചതല്ല കേട്ടോ, അരിപ്പൊടിയിട്ടാണ് ദോശ ചുട്ട്. വെള്ളപ്പം എന്നൊക്കെ പറയും, ഞങ്ങൾ വെള്ളപ്പം എന്ന് പറയാൻ പറ്റില്ല, കലക്കിച്ചുട്ട് ദോശ എന്നൊക്കെ പറയും കേട്ടോ. അത് കുറച്ച് ഉപ്പും കൂടി കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് കാണാനായിട്ട് നീട്ടി മാവിൻ്റെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കലക്കിച്ചുട്ട് ദോശ നമ്മൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ. അങ്ങനെ ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ റെഡി ആക്കണേ, കോഴി മുളിട്ടതാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കി വെച്ചിക്കണേ. അപ്പോൾ മുട്ടക്കറി ഒന്നും വലിയ ചട്ടിനൊന്നും നോമ്പറക്കുമ്പോൾക്ക് വല്ലാതെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇറച്ചി കൊണ്ടുവന്ന് കാണ്ട് നമ്മൾ കുറേശ്ശായിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടുകാണ്ട് ഓരോ ദിവസത്തേക്ക് റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ ഇനി ദോശ മൊത്തമായിട്ട് ചുട്ടെടുക്കട്ടെ. പിന്നെ ജ്യൂസ് നാരങ്ങ മതി പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ നാരങ്ങ ഉണ്ടാക്കണുള്ളൂ, ജ്യൂസൊന്നും അടിക്കണില്ല. എൻ്റെ അച്ചുട്ടി ഇന്ന് ഹാപ്പിയാണ് കേട്ടോ ഗൈസ്. അച്ചുട്ടി പോവല്ലടി, അച്ചുട്ടേ അച്ചുട്ടി എന്നു മുണ്ടാത്തമ്മച്ചിനോട് ഇത് ഡാൻസാ പാട്ടത്തെ ഒന്ന് പാടി കൊടുത്താളത്. ആ ഓള് മണ്ടി ഗൈസ്. ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ ദോശ ചുടലാണ്. അപ്പോൾ ഇന്ന് പത്തിരി ഒന്നും അല്ല ഉണ്ടാക്കുന്നത്, ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾ 2-3 ആൾ നോയിട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ദോശ മതി വിചാരിച്ച്, പത്തിരി ഒന്നുമില്ല. ദോശയുണ്ട്, പൂള പുഴുങ്ങിയതുണ്ട് കേട്ടോ. പിന്നെ കറി ചിക്കൻ മുളകിട്ടത് തന്നെയാണ്. അപ്പോൾ പിന്നെ ദോശ പറ്റാത്തവർക്ക്, എൻ്റെ ആദ്യക്കൂട്ടിന് ദോശ വലിയ ഇഷ്ടമില്ല, ദോശ പറ്റാത്തവർക്ക് പൂളിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ പൊരികളൊന്നും റെഡിയാക്കണില്ല, ഇന്ന് എന്തോന്നറിയില്ല, ഭയങ്കര എന്താ പറയുക, ഇത് പൊരി ഒന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പം എന്താ അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ദോശ നമ്മൾ അരി അരച്ചിട്ടല്ല കേട്ടോ, പൊടിയാണ്. പൊടിയും തേങ്ങയും കൂടി മിക്സിയിട്ട് അടിച്ചിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റിന് അടിക്കുക കേട്ടോ. അപ്പോൾ നല്ല ദോശ കിട്ടും, നമുക്ക് അരച്ച ദോശ പോലെ. പിന്നെ നോമ്പ് ഇല്ല, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഞ്ഞിയും മാങ്ങാ ചമ്മന്തിയൊക്കെ അരച്ച് ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് അപ്പോൾ പോരും കൂടെ ഉണ്ടാകുമ്പോൾ നേരം പെട്ടെന്ന് പോവുകയും ചെയ്യും. പിന്നെന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും കുളിയൊക്കെ നേരത്തെ തന്നെ ഉച്ചയ്ക്ക് എൻ്റെ കൂടെ തന്നെ എല്ലാവരും കുളിപ്പിച്ചിട്ടോ. പൊന്നും മച്ചും എല്ലാവരും കുളിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം എല്ലാം കൂടി കളിക്കാൻ പോയിക്കണം കേട്ടോ. അവർ പിന്നെ കളിച്ചാനും എന്നും വൈകുന്നേരം ഒന്ന് പോകും കുറച്ച് നേരം പന്ത് കളിച്ചാൻ. അപ്പോൾ പന്ത് കളിച്ചാൻ വേണ്ടി ഗ്രൗണ്ടിൽ പോയിക്കണേ. പിന്നെ ഇക്ക കടയിൽ നിന്ന് വന്നിട്ടില്ല, നേരം കണ്ടില്ലേ, നേരം 6 മണി ആവാനായിക്കണം കേട്ടോ. അപ്പോൾ ഇക്കൊന്നും എത്തിയിട്ടില്ല, അപ്പോൾ വരേക്കാരം. ഇക്ക വന്നിട്ട് ജ്യൂസ്, എന്താ ജ്യൂസ്, ഇന്ന് നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ജ്യൂസ് വേണ്ട, നാരങ്ങ വെള്ളം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു മക്കൾ. അപ്പോൾ ഇനി നാരങ്ങ വെള്ളം ആയിക്കാരൊന്ന് ഇക്ക വന്നിട്ടാ. അപ്പോൾ ഈ നാരങ്ങ ഒന്നുമില്ലായിരുന്നു, അപ്പോൾ നാരങ്ങ കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഇക്ക വന്നപ്പോൾ ചെറുനാരങ്ങയും അതുപോലെ തന്നെ പച്ചമുന്തിരിയും പിന്നെ പുറത്തുകാലും മുസമ്പി ഉണ്ടല്ലോ അതുമായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ പഴം കഴിഞ്ഞിന്ന് വിളിച്ചറിഞ്ഞു കേട്ടോ, പഴം അത്താഴത്തിനില്ല. അപ്പോൾ ഇനി പഴം കൊണ്ടുവന്നിട്ടുണ്ട് അത്താഴത്തിനുള്ള. അങ്ങനെ ഇക്ക നാരങ്ങ വെള്ളം കലക്കാനും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ പാടെ ഒരുങ്ങിക്കണം. അപ്പോൾ നാരങ്ങ വെള്ളത്തിൽ നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് കാണും, പുതിന ചപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ കേട്ടോ, ജ്യൂസ് നാരങ്ങ വെള്ളം കലക്കാൻ. അപ്പോൾ മറന്നു വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ പാടെ ഇട്ട് കാണാണ് കലക്കി എടുക്കുകയാണ്. പിന്നെ കസ്കസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനത്തെ എൻ്റെ ചുട്ടി പയിച്ചിട്ടുണ്ട് പറഞ്ഞുകാണ്ട് ചൂട് ദോശ തിന്നാണ് കേട്ടോ. ഒക്കെ ചൂട് ദോശ ഇഷ്ടമാണ് കേട്ടോ, പഞ്ചസാരയും കൂട്ടി തിന്നാൻ. പിന്നെ ഇക്കത് അവിടെ ബത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബത്തൊക്കെ പാലും കൂട്ടി ജ്യൂസ് അടിച്ചാന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നാരങ്ങമ്മള്ളം മതി, ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടോ. അച്ചുട്ടിയും പൊന്നും ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ മക്കളെ നോമ്പൊക്കെ പറഞ്ഞ് ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ റെഡിയാക്കി ടേബിളുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂള വേണ്ടിയവർക്ക് പൂളുണ്ട്, ദോശ വേണ്ടിയവർക്ക് ദോശയുണ്ട് കേട്ടോ. കറി എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് പൊരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊന്നും ചെറിയവർക്ക് നോൽമ്പില്ലല്ലോ വിചാരിച്ചുകൊണ്ട് മടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വന്നപ്പോൾ പൊക്കവട കടയിൽ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ സമൂസ ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയായിരുന്നു കേട്ടോ. അപ്പോൾ സമൂസ ഉണ്ടാക്കാനായിട്ട് കുറേ കുറുമ്പൊക്കെ കാട്ടിയിട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കാതെ നേരത്ത് പൊരിയും കൊണ്ട് അടുത്ത വീട്ടിലെ താത്ത വന്നിട്ട്, അതുകൊണ്ട് സമൂസയും ആയിട്ടോ. അതല്ല നോമ്പിന് അങ്ങനെ പ്രതീക്ഷിക്കാതെ അടുത്തുള്ള താത്ത കുറച്ച് പൊരിയായിട്ട് വന്നിട്ടോ. സമൂസയും മുട്ട ബജിയും അതുപോലെ തന്നെ പൊക്കവടയും ഉണ്ടായിരുന്നു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യണേ. Assalamualaikum.